മുസ്ലിങ്ങളായതുകൊണ്ട് ഹിന്ദുവും ക്രിസ്ത്യനുമായതുകൊണ്ട് മാത്രം പാകിസ്ഥാനിൽ അതിക്രമങ്ങൾക്ക് ഇരയാകുന്നത് നിരവധി പേരാണ്. എന്നാൽ ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ മറച്ചുപിടിച്ച് ജമ്മു കാശ്മീരിലെ ജനതയുടെ അവകാശങ്ങളെക്കുറിച്ച് ഘോരഘോരം സംസാരിക്കുന്ന പാകിസ്ഥാനികളോട് സ്വന്തം രാജ്യത്തെ അവസ്ഥ നിങ്ങൾ ഒന്നുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്ത്യക്കെതിരെ ആഞ്ഞടിക്കുന്ന പാകിസ്ഥാനികളോട് നിങ്ങൾ ഇതൊക്കെ സൗകര്യപൂർവ്വം മറക്കുകയാണോ എന്ന് ചോദിക്കാൻ തോന്നുന്നു. എന്താണ് സംഭവം എന്നല്ലേ? എന്തുകൊണ്ട് പാകിസ്ഥാനിലെ മനുഷ്യാവകാശ ലംഘനങ്ങളെക്കുറിച്ച് ഇപ്പോൾ ചർച്ചയായി? നമുക്ക് കാര്യങ്ങൾ വ്യക്തമായി പരിശോധിക്കാം. ജനീവയിൽ നടന്ന ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ കൗൺസിൽ യോഗത്തിൽ ഇന്ത്യ പാകിസ്ഥാനെ ശക്തമായി വിമർശിച്ചിരുന്നു. ജമ്മു കാശ്മീരിൽ ജനാധിപത്യത്തെ അടിച്ചമർത്തുകയും മനുഷ്യാവകാശങ്ങൾ ലംഘിക്കുകയും ചെയ്തു എന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതവും ദ്രോഹപരവുമാണ് എന്ന് തള്ളിക്കളഞ്ഞുകൊണ്ടായിരുന്നു വിമർശനം. പാകിസ്ഥാൻ തന്നെ മനുഷ്യാവകാശ ലംഘനങ്ങളാൽ വലയുകയാണെന്നും മറ്റുള്ളവരെ പഠിപ്പിക്കാൻ അവർക്ക് കഴിയില്ലെന്നും ഇന്ത്യൻ പ്രതിനിധി ക്ഷിതിജ് പാകിസ്ഥാനെതിരെ ആഞ്ഞടിച്ചു. നേരത്തെ ഫോറത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പാകിസ്ഥാൻ നിയമ, നീതി, മനുഷ്യാവകാശ മന്ത്രി അസം നസീർ താരാർ കാശ്മീരിൽ ജനങ്ങളുടെ സ്വയം നിർണായകാവകാശം തുടർച്ചയായി നിഷേധിക്കപ്പെടുന്നുവെന്നും UN ചാർട്ടറുകളുടെയും പ്രമേയങ്ങളുടെയും അന്താരാഷ്ട്ര നിയമങ്ങളുടെയും ലംഘനമാണെന്നും അവകാശപ്പെട്ടുകൊണ്ട് മുന്നോട്ട് വന്നിരുന്നു. ഇതിനെതിരെയാണ് ത്യാഗി ശക്തമായി പ്രതികരിച്ച് രംഗത്തെത്തിയത്. ജമ്മു കാശ്മീരും ലഡാക്കും ഉൾപ്പെടെയുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങൾ എല്ലായ്പ്പോഴും ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമായി തുടരുന്നുവെന്ന് ക്ഷിതിജ് ത്യാഗി ചൂണ്ടിക്കാണിച്ചു. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ജമ്മു കാശ്മീരിൽ ഉണ്ടായ അഭൂതപൂർവമായ രാഷ്ട്രീയ, സാമൂഹിക, സാമ്പത്തിക പുരോഗതി അതിന് തെളിവാണെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു. പാകിസ്ഥാനിൽ എന്താണ് നടക്കുന്നത് എന്ന് പുനർചിന്തന നടത്തണമെന്നാണ് അദ്ദേഹം ഇതിലൂടെ പറയുന്നത്. ശരിക്കും പാകിസ്ഥാനിൽ മനുഷ്യാവകാശ ലംഘനങ്ങൾ സംഭവിക്കുന്നുണ്ടോ? നമുക്ക് പരിശോധിക്കാം, അല്ലേ? എന്താണ് മനുഷ്യാവകാശങ്ങൾ എന്ന് നമ്മൾ ആദ്യം ഇവിടെ മനസ്സിലാക്കിയിരിക്കണം. മനുഷ്യരായി നിലനിൽക്കുന്നത് കൊണ്ട് മാത്രം നമുക്ക് ലഭിക്കുന്ന അവകാശങ്ങളാണ് മനുഷ്യാവകാശങ്ങൾ. ദേശീയത, ലിംഗം, വംശീയം, നിറം, മതം, ഭാഷ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പദവി എന്നിവ പരിഗണിക്കാതെ ഈ സാർവത്രിക അവകാശങ്ങൾ നമുക്കെല്ലാവർക്കും അന്തർലീനമായി ലഭിക്കുന്നതാണ്. ഏറ്റവും അടിസ്ഥാനപരമായി ജീവിക്കാനുള്ള അവകാശം മുതൽ ഭക്ഷണം, വിദ്യാഭ്യാസം, ജോലി, ആരോഗ്യം, സ്വാതന്ത്ര്യം എന്നിവയ്ക്കുള്ള അവകാശങ്ങൾ പോലെയുള്ള ജീവിതത്തെ വിലമതിക്കുന്നവയൊക്കെ തന്നെ അതിൽ ഉൾപ്പെടുന്നു. മനുഷ്യാവകാശങ്ങളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മുടെ ഭരണഘടനയിലെ മൗലികാവകാശങ്ങൾ എഴുതിയിരിക്കുന്നത്. ഇനി പാകിസ്ഥാനിലേക്ക് തിരിച്ചു വരാം. രാഷ്ട്രീയ അടിച്ചമർത്തൽ മുതൽ മതപരമായ വിവേചനം വരെയുള്ള നിരവധി പ്രശ്നങ്ങൾ ഉൾക്കൊള്ളുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളിൽ പാകിസ്ഥാൻ ലോകത്തിന്റെ നിരീക്ഷണത്തിലാണ് ഇപ്പോഴും കഴിയുന്നത്. ആംനസ്റ്റി ഇന്റർനാഷണൽ, ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് തുടങ്ങിയ അന്താരാഷ്ട്ര സംഘടനകൾ പാകിസ്ഥാനിലെ മനുഷ്യാവകാശ ലംഘനങ്ങളെക്കുറിച്ച് സ്ഥിരമായി ആശങ്കകൾ ഉയർത്തിയിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കാനായി ഞാൻ വായിച്ച ലേഖനങ്ങളും അതുപോലെ തന്നെ ആർട്ടിക്കിളുകളും ഒക്കെ തന്നെ ഇതിനോടൊപ്പം ചേർത്ത് വെക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അത് നോക്കാവുന്നതാണ്. പാകിസ്ഥാനിൽ വർദ്ധിച്ചു വരുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളിലേക്ക് വരാം. ഓരോ മേഖലകളായി നമുക്ക് കാര്യങ്ങൾ അനലൈസ് ചെയ്യാം. ഒന്നാമത്തത് രാഷ്ട്രീയ അടിച്ചമർത്തലും ആവിഷ്കാര സ്വാതന്ത്ര്യവുമാണ്. വിയോജിപ്പുള്ള ശബ്ദങ്ങൾ അടിച്ചമർത്തുന്നത് പാകിസ്ഥാനിലെ ഒരു രീതിയായി മാറിയിരിക്കുകയാണ്. മാധ്യമ പ്രവർത്തകർ, മനുഷ്യാവകാശ പ്രവർത്തകർ, രാഷ്ട്രീയ പ്രതിപക്ഷ നേതാക്കൾ എന്നിവയുൾപ്പെടെ വിമർശകരെ ഭയപ്പെടുത്താൻ വേണ്ടി തികച്ചും ഏകാധിപത്യ നടപടികളാണ് സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. രാജ്യത്തെ ഭീകരതയ്ക്കെതിരെയുള്ള നിയമങ്ങളും അതുപോലെ രാജ്യദ്രോഹ നിയമങ്ങളും സർക്കാർ വിമർശകരെ ഒതുക്കാൻ ഉപയോഗിക്കുന്നതായി വ്യാപകമായി ആരോപണം ഉയർന്നിട്ടുണ്ട്. ഇത് സ്വതന്ത്രമായ അഭിപ്രായ പ്രകടനങ്ങളെ ഞെരുക്കാനും ഇതുവഴി സിവിൽ സമൂഹത്തിനുള്ള ഇടം ചുരുക്കുന്നതിനും കാരണമായിട്ടുണ്ട്. നിർബന്ധിത തിരോധാനങ്ങളും നിയമവിരുദ്ധ കൊലപാതകങ്ങളുമാണ് അടുത്തത്. നിർബന്ധിത തിരോധാനങ്ങളും നിയമവിരുദ്ധമായ കൊലപാതകങ്ങളും വ്യാപകമായി പാകിസ്ഥാനിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ബലൂചിസ്ഥാൻ, ഖൈബർ പഖ്തൂൺഖ്വ തുടങ്ങിയ പ്രദേശങ്ങളിലാണ് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നത്. ആക്ടിവിസ്റ്റുകളും രാഷ്ട്രീയ എതിരാളികളും തട്ടിക്കൊണ്ടുപോകലിന് വിധേയരാകുന്നു. ഇവരെ കുറ്റവാളികളെന്ന് മുദ്രകുത്തി കടുത്ത ശിക്ഷയും നൽകുന്നു. സിവിലിയന്മാരെ വിചാരണ ചെയ്യാൻ സൈനിക കോടതികൾ ഉപയോഗിക്കുന്നത് ഇന്നും പാകിസ്ഥാനിലെ തർക്കവിഷയമാണ്. ഈ നടപടികളിലെ സുതാര്യതയുടെയും ന്യായമായ വിചാരണ അവകാശങ്ങളുടെയും അഭാവത്തെക്കുറിച്ച് അന്താരാഷ്ട്ര സംഘടനകൾ പലകുറി ആശങ്കകളും പ്രകടിപ്പിച്ചിട്ടുണ്ട്. മതന്യൂനപക്ഷങ്ങളും മതനിന്ദ നിയമങ്ങളുമാണ് അടുത്തത്. പാകിസ്ഥാൻ ഒരു മുസ്ലിം രാജ്യമാണെങ്കിലും മുസ്ലിം ഭൂരിപക്ഷ രാജ്യം മാത്രമാണ് എന്നോർക്കണം. 2023 സെൻസസ് റിപ്പോർട്ടുകൾ നോക്കുകയാണെങ്കിൽ 2.17% ഹിന്ദുക്കൾ പാകിസ്ഥാനിലുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മാത്രമല്ല 1.37% ക്രിസ്ത്യാനികളും ഇവിടെ കഴിയുന്നുണ്ട്. 1% കുറവ് സിഖ്, ബുദ്ധിസ്റ്റ് മതക്കാരും 0.2% അഹമ്മദി മുസ്ലിംസും അവിടെ കഴിയുന്നുണ്ട്. ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും അഹമ്മദികളും ഉൾപ്പെടെയുള്ള മതന്യൂനപക്ഷങ്ങൾ വ്യവസ്ഥാപരമായ വിവേചനവും അതിക്രമവും പാകിസ്ഥാനിൽ നേരിടുന്നുവെന്ന റിപ്പോർട്ടുകളും വന്നിട്ടുണ്ട്.
ദൈവനിന്ദ നിയമങ്ങൾ പലപ്പോഴും ദുരുപയോഗം ചെയ്യപ്പെടുന്നത് ഇവർക്കെതിരെയാണ്. ആൾക്കൂട്ട ആക്രമണത്തിലേക്കും നിയമവിരുദ്ധമായ കൊലപാതകങ്ങളിലേക്കും ഇത്തരം ആരോപണങ്ങൾ നയിക്കാറുണ്ട്. മാത്രവുമല്ല 1947 നിന്നും 2021 വരുമ്പോൾ ഇത്തരം കേസുകളിൽ വലിയ വർധനവുള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. വർഷങ്ങളായി ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന തർക്ക വിഷയമാണ് പാകിസ്ഥാനിലെ ദൈവനിന്ദാ കുറ്റം. മറ്റ് സമുദായത്തിൽപ്പെട്ട ആളുകളുമായി എന്തെങ്കിലും തരത്തിലുള്ള ചെറിയ പ്രശ്നം ഉണ്ടായാൽ പോലും ഉടനടി ഈ കേസിൽ കുടുക്കാനാണ് മറ്റുള്ളവർ ശ്രമിക്കാറുള്ളത്. ഇത് മറ്റ് സമുദായങ്ങൾക്കിടയിൽ വലിയൊരു ഭയത്തിന്റെ അന്തരീക്ഷം തന്നെ സൃഷ്ടിക്കുന്നുണ്ട്. ഈ നിയമങ്ങളുടെ ദുരുപയോഗം ആൾക്കൂട്ട ആക്രമണങ്ങളുമായും നിയമവിരുദ്ധമായ കൊലപാതകങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതാണ് മറ്റൊരു വസ്തുത. മതന്യൂനപക്ഷങ്ങൾ നേരിടുന്ന വെല്ലുവിളികളിൽ പ്രധാനപ്പെട്ടതാണ് ഈ വിഷയം. സ്ത്രീകളുടെ അവകാശങ്ങളും ലിംഗവിവേചനങ്ങളെയും കുറിച്ച് പറയാം. ലിംഗാധിഷ്ഠിത ആക്രമണം, നിർബന്ധിത വിവാഹങ്ങൾ, സാമൂഹിക വിവേചനം എന്നിവ ഉൾപ്പെടെയുള്ള കാര്യമായ വെല്ലുവിളികളാണ് പാകിസ്ഥാനിലെ സ്ത്രീകൾ നേരിടുന്നത്. ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള നിയമനിർമ്മാണ ശ്രമങ്ങൾ കാര്യമായി നടക്കുന്നുണ്ടെങ്കിലും നടപ്പാക്കൽ അത്ര എളുപ്പമല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സാംസ്കാരിക മാനദണ്ഡങ്ങൾ പലപ്പോഴും പുരോഗതിയെ തടസ്സപ്പെടുത്തുന്നതാണ്. ലിംഗ അസമത്വം നിലനിർത്തുന്ന സാമൂഹിക മനോഭാവങ്ങളും സമ്പ്രദായങ്ങളും സ്ത്രീകളുടെ സ്ഥിതി കൂടുതൽ സങ്കീർണമാക്കുകയാണ് ചെയ്യുന്നത്. പാകിസ്ഥാനിൽ 15 മുതൽ 49 വയസ്സ് പ്രായമുള്ള സ്ത്രീകളിൽ 28% ശാരീരിക അതിക്രമങ്ങളും 6% ലൈംഗിക അതിക്രമങ്ങളും അനുഭവിച്ചിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. വിവാഹിതരായ 34% സ്ത്രീകളും ശാരീരികമോ ലൈംഗികമോ വൈകാരികമോ ആയ അതിക്രമങ്ങൾ അനുഭവിച്ചവരാണ്. അതിൽ 5% സ്ത്രീകളും അനുഭവിക്കുന്നത് നേരിട്ട് ഭർത്താക്കന്മാരുടെ ലൈംഗിക അതിക്രമങ്ങളാണ്. പാകിസ്ഥാൻ ഡെമോഗ്രാഫിക് ആൻഡ് ഹെൽത്ത് സർവേ 2017-18 റിപ്പോർട്ടിലാണ് ഈ കണക്കുകൾ പറയുന്നത്. എന്തെങ്കിലും തരത്തിലുള്ള ശാരീരികമോ ലൈംഗികമോ ആയ അതിക്രമങ്ങൾ അനുഭവിച്ചിട്ടുള്ള 56% സ്ത്രീകളും ആക്രമണത്തെക്കുറിച്ച് ആരോടും പറയാനോ സഹായം തേടാനോ മുതിരാറില്ല എന്നതാണ് ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം. ഒട്ടുമിക്ക സ്ത്രീകളും ഇത്തരം അതിക്രമങ്ങളെയൊക്കെ തന്നെ വളരെ സാധാരണയായി കാണുന്നു എന്നാണ് നമുക്കിതിലൂടെ മനസ്സിലാകുന്നത്. ഫ്രീഡം ഓഫ് അസംബ്ലി ആൻഡ് അസോസിയേഷൻ എന്നത് മനുഷ്യന്റെ മൗലിക അവകാശങ്ങളിൽ ഒന്നാണ്. അതായത് നമുക്ക് സമാധാനപരമായി ഒത്തുകൂടാനും കൂട്ടുകൂടാനുമുള്ള അവകാശം ഇവിടെയുണ്ട്. നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ വളരെ പ്രാധാന്യത്തോടെ കൊടുത്തിരിക്കുന്ന ഒരു അവകാശം കൂടിയാണിത്. ആർട്ടിക്കിൾ 19 ഈ അവകാശം നമുക്ക് ഭരണഘടന നൽകുന്നത്. എന്നാൽ പാകിസ്ഥാനിലേക്ക് വരുമ്പോൾ ഇത്തരം അവകാശങ്ങളൊക്കെ തന്നെ വെട്ടിച്ചുരുക്കുകയാണ് ചെയ്യുന്നത്. ജനങ്ങൾക്കിടയിൽ നിന്നും ഉയർന്നു വരുന്ന പ്രതിഷേധങ്ങൾ പലപ്പോഴും അമിത ബലപ്രയോഗത്തിലൂടെയാണ് നേരിടുന്നത്. സംഘാടകരാകട്ടെ ശാരീരികമായ ഉപദ്രവങ്ങളും നിയമപരമായ വെല്ലുവിളികളും നേരിടേണ്ടതായും വരുന്നു. ജനാധിപത്യ പ്രക്രിയയിൽ നിന്നും ജനങ്ങളെ അകറ്റി നിർത്താൻ ഇത്തരം ശ്രമങ്ങൾക്ക് കഴിയുന്നു എന്നതാണ് ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം. അടുത്തത് മാധ്യമ സ്വാതന്ത്ര്യമാണ്. ഏതൊരു ജനാധിപത്യ രാജ്യത്തും വേണ്ടത് സ്വതന്ത്രമായ മാധ്യമ പ്രവർത്തനമാണ്. ഭരണകൂടത്തിന് അടിമപ്പെടാത്ത കുഴലുത്തുകാരല്ലാത്ത മാധ്യമ സ്ഥാപനങ്ങളും മാധ്യമ പ്രവർത്തകരുമാണ് ജനാധിപത്യത്തിന്റെ ഒരു തൂണ് എന്നറിയാമല്ലോ. എന്നാൽ പാകിസ്ഥാനിലേക്ക് വരുമ്പോൾ മാധ്യമ പ്രവർത്തകർ ഭീഷണിയും ഉപദ്രവവും ആക്രമണവും നേരിടുന്നത് നമുക്ക് കാണാവുന്നതാണ്. പാകിസ്ഥാനിലെ മാധ്യമ സ്വാതന്ത്ര്യം വെല്ലുവിളികൾ നിറഞ്ഞതാണ് എന്നാണ് പറയാനുള്ളത്. സർക്കാരിനെയോ സൈന്യത്തെയോ വിമർശിക്കുന്ന മാധ്യമങ്ങൾ പലപ്പോഴും സെൻസർഷിപ്പ്, നിയമ നടപടി അല്ലെങ്കിൽ അടച്ചുപൂട്ടൽ എന്നിവയ്ക്ക് വിധേയമാകുന്നു. ഭയത്തിന്റെയും അടിച്ചമർത്തലിന്റെയും ഈ ചുറ്റുപാട് അധികാരം നിലനിർത്തുന്നതിൽ മാധ്യമങ്ങളുടെ പങ്കിനെ തടസ്സപ്പെടുത്തുകയും ചെയ്യുകയാണ്. അന്താരാഷ്ട്ര പ്രതികരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പാകിസ്ഥാനിൽ നടക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളിൽ അന്താരാഷ്ട്ര സംഘടനകൾ ആശങ്ക പ്രകടിപ്പിക്കാറുണ്ട്. നിർബന്ധിത തിരോധാനങ്ങൾ, ഏകപക്ഷീയമായ അറസ്റ്റുകൾ, പ്രതിഷേധങ്ങൾക്കുള്ള നിയന്ത്രണങ്ങൾ തുടങ്ങിയ വിഷയങ്ങൾ ഉയർത്തിക്കാണിച്ചുകൊണ്ട് ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ സമിതി പാകിസ്ഥാന്റെ മനുഷ്യാവകാശ രേഖകൾ അവലോകനം ചെയ്തിട്ടുമുണ്ട്. അതുപോലെ US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ 2023 മനുഷ്യാവകാശ സമ്പ്രദായങ്ങളെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ നിയമവിരുദ്ധമായ കൊലപാതകങ്ങൾ, നിർബന്ധിത തിരോധാനങ്ങൾ, പീഡനങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള സുപ്രധാന മനുഷ്യാവകാശ പ്രശ്നങ്ങൾ രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. സമീപകാല സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സമീപ വർഷങ്ങളിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട കമ്മ്യൂണിറ്റികളെ പിന്തുണയ്ക്കുന്നതിനുള്ള സംരംഭങ്ങൾ, പുരോഗതിയുടെ ലക്ഷണങ്ങൾ പാകിസ്ഥാനിൽ കാണിച്ചിട്ടുണ്ട്. അത് വളരെ സന്തോഷകരമാണ്. ഉദാഹരണത്തിന് ലാഹോറിലെ ഒരു പാചക വിദ്യാലയം ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് സൗജന്യ പാചക കോഴ്സുകൾ വാഗ്ദാനം ചെയ്യുന്നുണ്ടായിരുന്നു. അവർ പലപ്പോഴും വിവേചനവും പരിമിതമായ തൊഴിലവസരങ്ങളും നേരിടുന്ന ഒരു സമൂഹമാണല്ലോ. അവർക്ക് പ്രതീക്ഷയും അന്തസ്സും നൽകുന്നതായിരുന്നു ഈ തീരുമാനം. ചില നല്ല സംഭവ വികാസങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും പാകിസ്ഥാന്റെ മനുഷ്യാവകാശ ഭൂപ്രകൃതി വെല്ലുവിളികൾ നിറഞ്ഞതാണ് എന്ന് പറയാതെ വയ്യ. ഈ പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യുന്നതിന് നിയമപരമായ പരിഷ്കാരങ്ങൾ, നിലവിലുള്ള നിയമങ്ങളുടെ ശക്തമായ നിർവഹണം, എല്ലാ പൗരന്മാരുടെയും അവകാശങ്ങളും സ്വാതന്ത്ര്യങ്ങളും ഉയർത്തിപ്പിടിക്കാനുള്ള പ്രതിബദ്ധത എന്നിവ ഉൾപ്പെടെയുള്ള സമഗ്രമായ ഒരു സമീപനം ആവശ്യവുമാണ്. അന്താരാഷ്ട്ര സമൂഹം സ്ഥിതിഗതികൾ നിരീക്ഷിക്കുന്നത് തുടരുന്നുമുണ്ട്. പാകിസ്ഥാന്റെ മനുഷ്യാവകാശ ബാധ്യതകൾ നിറവേറ്റാനും എല്ലാവർക്കും മൗലിക സ്വാതന്ത്ര്യങ്ങൾ സംരക്ഷിക്കാനും ആവശ്യപ്പെടുന്ന സമീപനങ്ങളാണ് സമീപഭാവിയിൽ അവിടെ ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഈ വിഷയത്തിലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാൻ താല്പര്യമുണ്ട്. എന്തുതന്നെയായാലും കമന്റായി രേഖപ്പെടുത്തുക. ഒപ്പം ഈ അറിവുകൾ എല്ലാവരിലേക്കും എത്താൻ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.